ആരാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ? 1857 ജൂലൈ 11 പാലക്കാട് മങ്കരയിൽ ജനനം. 40 വർഷങ്ങൾക്കപ്പുറം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആ പദവിയിലിരുന്ന ഏക മലയാളി, തികഞ്ഞ ദേശീയവാദിയും അഭിഭാഷകനും, ജാലിയൻ വാലാബാഗ് കേസിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച വീരനായകൻ, എന്നിട്ടും കോൺഗ്രസ് മറന്നുപോയ നേതാവ്. കാലത്തിരശീല വന്നു മൂടിപ്പോയിട്ട് 90 ആണ്ടാകുന്നു. ശേഷം ഇതുവരെ ആ പേരെടുത്തു പറഞ്ഞിട്ടില്ല ആ പാർട്ടി. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ആഴം കോടതിയിൽ വിളിച്ചു പറഞ്ഞ ചേറ്റൂർ ജനറൽ ഡയറിൻ്റെ കൊടും ക്രൂരത തുറന്നുകാട്ടി. ബ്രിട്ടനിൽ പോയി വാദിച്ചു. ആ ധീര പോരാട്ടം കൊളോണിയൽ സംവിധാനത്തിൻ്റെ അടിവേര് തോണ്ടി. ആ മഹാനേതാവിനെ ഒഴിവാക്കാനായിരുന്നു കോൺഗ്രസിന് ഇഷ്ടം. ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനായിരുന്നു അവരുടെ പരിശ്രമം. സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ, ഡോക്ടർ അംബേദ്കറിനെ പോലെ. കോൺഗ്രസിൻ്റെ തിരസ്കാര പട്ടികയിലെ മറ്റൊരാൾ. ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളെയും ചേർത്തു പിടിച്ചില്ല ചേറ്റൂർ. ഭരണഘടനാ വിരുദ്ധ സമരങ്ങളോട് മുഖം തിരിച്ചു. പെട്ടെന്നല്ല, ഘട്ടം ഘട്ടമായി സ്വാതന്ത്ര്യം പുലരണമെന്നാഗ്രഹിച്ചു ശങ്കരൻ നായർ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചതുമില്ല. ഖിലാഫത്തിനെ നഖശിഖാന്തം എതിർത്തു. ഉപരിപഠനത്തിന് വിദേശ സർവകലാശാലകളുടെ സാന്നിധ്യം വേണമെന്ന നിലപാട് പണ്ടേ എടുത്തു. അങ്ങനെ പല കാരണങ്ങളാൽ കോൺഗ്രസ്സിന് അനഭിമതനായി ചേറ്റൂർ. ഇനി അതുണ്ടാവില്ലെന്നുറപ്പാണ്. അംബേദ്കർ ജയന്തി ദിനത്തിൽ ഹരിയാനയിലെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പേരുറക്കെ പറഞ്ഞു. ചേറ്റൂർ ശങ്കരൻ നായരെ അടിവരയിട്ട് അടയാളപ്പെടുത്തി. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിലൂന്നി ബ്രിട്ടീഷുകാർക്ക് നേരെ വിരൽ ചൂണ്ടി നിയമയുദ്ധത്തിനിറങ്ങിപ്പുറപ്പെട്ട പോരാട്ടങ്ങളെ പ്രധാനമന്ത്രി ഓർത്തെടുത്തു. ആധുനിക ഭാരത ചരിത്രത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ പുതിയൊരേടാണ്. അഭിമാനപൂർവ്വം പിന്തുടരേണ്ട സൂര്യ തേജസ്സാണ്. ഓർക്കേണ്ടവർ മറക്കുമ്പോൾ ഓർമ്മയിലേക്ക് ചേറ്റൂരിനെ തിരികെ വിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ.